തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശദമായിട്ട് പരിശോധിച്ച് തിരഞ്ഞെടുപ്പ് റിവ്യൂ പൂർത്തിയാക്കുകയുണ്ടായി. സഖാവ് കെ ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, PB അംഗങ്ങളായ സഖാക്കൾ പിണറായി വിജയൻ, A വിജയരാഘവൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയും അതടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. കേരളത്തിൽ അവസാനം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 33.60% വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. ഇപ്പോൾ അത് 39.73% വോട്ടായി ഉയർന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 66,65,370 വോട്ടാണ് LDFന് ലഭിച്ചത്. 66,65,370 വോട്ടാണ് LDFന് ലഭിച്ചത്. ഇത്തവണ അത് 84,185 വോട്ടായി വർദ്ധിച്ചു. അതായത് 17,35,175 വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത്. UDFും BJPയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരവേലയുടെയും വർഗീയ ഇടപെടലുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണം നടത്തി സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്
അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിച്ചു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് UDFോ BJPയോ ശ്രമിച്ചിട്ടില്ല. കള്ള പ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു പരമ്പരയാണ് UDFും BJPയും അഴിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ UDFും BJPയും വർഗീയമായ പ്രചരണങ്ങളുടെയും കള്ളക്കഥകളുടെയും വിശ്വാസികളെ തന്നെ ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. BJP ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാപകമായ കള്ളപ്രചാര വേലകൾ അതിന് നേതൃത്വം നൽകി നടത്തുകയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നില നല്ല കള്ള പ്രചാരവേലയിലൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ട്. UDFിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു. എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം നിർത്തി ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായത്. ഈ രണ്ട് വിഭാഗവും BJPയും അതുപോലെ തന്നെ UDFും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണവും സമീപനവും സ്വീകരിച്ചു. പലയിടങ്ങളിലും UDFും LDFും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് BJP വോട്ടുകൾ UDFിന് അനുകൂലമായി ചെയ്യിച്ചു. LDFും BJPയും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലയിൽ UDFിൻ്റെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ചെയ്യുന്ന സമീപനവും ഉണ്ടായി. ഉദാഹരണമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ BJP ജയിച്ച 41 ഡിവിഷനുകളിൽ UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിലുടനീളം ഈ സ്ഥിതിവിശേഷം കാണാൻ കഴിയും. അവർ പരസ്യമായി ഒരു മുന്നണി എന്ന രീതിയിൽ BJPയും കോൺഗ്രസും ചേർന്ന് നിന്നിട്ട് പ്രവർത്തിച്ചെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം തന്നെ ഓരോരോ പഞ്ചായത്തിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം വോട്ട് കൈമാറ്റം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അത്തരത്തിലുണ്ടായ ഈ വോട്ട് കൈമാറ്റം മാത്രമല്ല, അതിനുശേഷം പ്രസിഡന്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിശക്തിയായി തുടരുന്ന സമീപനമാണ്
നമ്മൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഒക്ടോബർ 29 മന്ത്രിസഭാ തീരുമാനങ്ങളെല്ലാം വെച്ച് വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നിലനിന്ന പ്രത്യേകിച്ചും നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിലുണ്ടായ ചില വീഴ്ചകളും അതത് മേഖലയെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ തടസ്സമായി നിൽക്കുന്ന നിലയുണ്ടായി. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDF-ഉം BJP-യും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമം അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. കണക്കുകൾ കാണിക്കുന്നത് അതാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരിനാട് ഗ്രാമപഞ്ചായത്തും LDF-ആണ് വിജയിച്ചത്. ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി അത് BJP ഭരിക്കുകയായിരുന്നു കഴിഞ്ഞ 5 വർഷം. BJP-യിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയാണ്. മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പരാമർശങ്ങൾ, പ്രചാരവേലകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിന് വലിയ രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളുടെ പ്രവർത്തനം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടായി നിലകൊണ്ടു എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ശരിയുമായി. പണക്കൊഴുപ്പിൻ്റെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ BJP-യും UDF-ഉം ഉപയോഗിച്ചിട്ടുണ്ട്. കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന സമീപനം കേരളത്തിൽ ഒരു പുതിയ രീതിയായി ഇപ്പോഴും കണ്ടുവരികയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് 15.56% വോട്ട് ലഭിച്ചു. അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ 16.06% വോട്ടാണ് ലഭിച്ചത്. നേരിയ വർധന. എന്നാൽ ഞങ്ങൾ 25% വോട്ടും 25% സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.40% വോട്ട് BJP-ക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് 16.06% കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും മിക്കവാറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
പാലക്കാടാണ് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പാലക്കാട് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ BJP പ്രതിരോധിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തത് LDF ആണ്. പന്തളം നഗരസഭ BJPയിൽ നിന്നും LDF പിടിച്ചു. കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്ത്, കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ, പത്തനംതിട്ടയിലെ കുളനട, ചെറുകോൽ തുടങ്ങിയ പഞ്ചായത്തുകളും BJPയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ. BJP ഏറ്റവും ശ്രദ്ധേയമായി BJPയും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് നേരിട്ട് മത്സരിക്കുകയും നേരിയ മുൻതൂക്കത്തിന് ഭരിക്കുകയും ചെയ്യുന്നതാണ് കൊടുങ്ങല്ലൂർ. ഞങ്ങൾ ആ മുനിസിപ്പാലിറ്റി വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും. BJP നല്ലപോലെ പിന്നോക്കം. നേരത്തെ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച രീതി, അതായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനമാക്കിയിരുന്ന കാര്യം. ആ നില പാടെ മാറി. തൃശ്ശൂരിൻ്റെ വോട്ടിംഗ് ശതമാനം നിലവിൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 10,000-കണക്കിന് വോട്ട് കോൺഗ്രസിൽ നിന്ന് നേടിക്കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് MP ആയത്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ശീലം വെച്ച് ജയിച്ച മുഴുവൻ UDF കോൺഗ്രസ് അംഗങ്ങളും BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കും BJPയായി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെയുള്ള അവരുടെ കൂറുമാറ്റം എല്ലാ കോൺഗ്രസും മാറി BJPയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നു. 24 അംഗ ഗ്രാമപഞ്ചായത്തിലെ LDFന് 10 സീറ്റ് ഉണ്ടായി, UDFന് 8, കോൺഗ്രസ് 8, BJP 4, 2 സ്വതന്ത്രന്മാരുമാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്രന്മാരിൽ ഒരാൾ LDFനെ പിന്തുണക്കുന്നതിന് വേണ്ടി തയ്യാറായി. വോട്ടെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ LDFന് ലഭിക്കാനിടയുള്ള ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് അംഗങ്ങളെല്ലാം കാലുമാറി BJPയോടൊപ്പം ചേർന്നു. അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവരുടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത് എന്നിപ്പോഴും വ്യക്തമാവുന്നു. അവർ മാത്രമല്ല, VD സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നത്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരും BJPയിലേക്ക് ചേക്കാറാം എന്നതിന് അതൊരു വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അഖിലേന്ത്യാ തലത്തിൽ മുമ്പ് അരുണാചലിലും പുതുശ്ശേരിയിലും ഗോവയിലുമെല്ലാം, അതിനു മുമ്പ് ത്രിപുരയിലും ഒക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച, കോൺഗ്രസിലെ പ്രമുഖ വിഭാഗങ്ങളാകെ BJPയിൽ ലയിച്ച് ഭരണം കരസ്ഥമാക്കിയ ആ രീതി പുതിയ കേരള മോഡലായി ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യമായി
നാം തിരിച്ചറിയണം. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ BJPയുടെ നേതാവ് 2021 സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങൾക്ക് 40 സീറ്റ് നേടാനായാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. അന്ന് പൊതുവെ എല്ലാവരും പരിഹസിക്കുകയാണ്. 5 കുഴപ്പമില്ല, അങ്ങനത്തിൻ്റെ വിശ്വാസത്തിൽ. അതായത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. അതായത് അതിൻ്റെ സ്പിരിറ്റ് അത് കേട്ടാൽ മതി. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2021 എല്ലാവരും പരിഹസിക്കുക ചെയ്തു. സത്യം പറഞ്ഞാൽ മറ്റത്തൂർ കാണിക്കുന്നത് അതിനുള്ള സാധ്യതയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJPക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. മറ്റ് കേരളത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഞാൻ നേരത്തെ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം വോട്ട് കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി LDF നിൽക്കുമ്പോഴാണ് അതിനെ പരാജയപ്പെടുത്താൻ SDPIയുമായിട്ടും ചേർന്നു. പത്തനംതിട്ട ജില്ലയിലെ കൊട്ടങ്കൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെയാണ് UDF പ്രസിഡന്റായത്. ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്ത് പട്ടികജാതി വനിതാ സംവരണമായിരുന്നു. വിജയിച്ചത് LDF അംഗം പ്രസിഡന്റായി വരാതിരിക്കാൻ വേണ്ടി BJP ബഹിഷ്കരിച്ച് കോറം തികയാത്ത നിലയുണ്ടാക്കി. ഇവിടെ ഇതിലിങ്ങനെ ഓരോന്നോരോ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇതിവിടെയുള്ള കേരളത്തിലുള്ളൊരു പ്രവണതയായിട്ട് മാത്രം കാണേണ്ടതില്ല. RSS കോൺഗ്രസിനേക്കാൾ ശക്തമായ സംഘടനയാണെന്ന് ദിഗ്വിജയ് സിംഗ് പ്രസ്താവന ഇവിടെ വരികയുണ്ടായി. അതിനെ വീണ്ടും ന്യായീകരിച്ചുള്ള പ്രസ്താവനയും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മോദിയെ അനുകൂലിക്കുകയും നെഹ്റു കുടുംബവാഴ്ചയെ വിമർശിക്കുകയും ചെയ്ത ശശി തരൂരും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിലെ നേതൃവിഭാഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒരു സീറ്റ് ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വേണ്ടി BJPക്ക് വേണ്ടി RSS ആണ് കോൺഗ്രസിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സംഘടന എന്ന് പരസ്യമായിട്ട് പറയുന്ന തലത്തിലേക്ക് ഇവരെത്തിയിരിക്കുക. LK അദ്വാനി കസേരയിൽ ഇരിക്കുന്നു. തറയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് RSSൻ്റെ എളിമ വ്യക്തമാക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടത്. അതാണ് ദിഗ്വിജയ് സിംഗിന് വളരെ ആവേശം തോന്നിയിട്ടുള്ള കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, തറയിൽ ഇരുന്ന് വന്നിട്ടല്ല നരേന്ദ്രമോദി കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP നേതാവുമായത്. ഗുജറാത്ത് കലാപം മുതലാണ്. ഗുജറാത്ത് കലാപം നയിച്ച് അവിടെ നിന്ന് മുഖ്യമന്ത്രിയായി. ആ കലാപം ഇന്ത്യയിലുടനീളം പടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകി അതിലൂടെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത്. അത് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ, അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അത് ബോധപൂർവം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് RSSനെയും BJPയെയും വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തക സമിതിക്കകത്തുള്ള ഉന്നത പാർട്ടി നേതൃത്വമാണല്ലോ അത് കോൺഗ്രസിൻ്റെ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു ചിത്രം, കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രബല വിഭാഗം, 2 പ്രമുഖ നേതാക്കൾ, ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. ശശി തരൂരും അതുപോലെ തന്നെയാണ്. അതുപോലുള്ളവർ വേറെ ആരൊക്കെയുണ്ട് എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഏത് സമയത്തും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിലേക്ക് ചേക്കാറാനും
കഴിയുന്ന ഒരു വിഭാഗം താഴെ വാർഡ് മുതൽ പ്രവർത്തക സമിതി വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം. കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാന മൂല്യ കാലഘട്ടം മുതൽ, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന മേഖലയിലും എല്ലാം ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനസമൂഹം നിലനിൽക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമൂഹത്തിൻ്റെ മേലെ ജാതി വർഗീയ ശക്തികൾ സ്വാധീനം ചെലുത്തുന്ന ഒരു അപകടകരമായ ഘട്ടത്തിലാണ് കേരളമുള്ളത്. ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത മതവർഗീയ ശക്തികൾ, ജാതി ശക്തികളെല്ലാം മുമ്പേ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സ്വീകാര്യത കേരളീയ സമൂഹം നൽകിയിരുന്നില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക്, ജാതി മതവിഭാഗങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ ഒരു സ്വീകാര്യത വരുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ വരിക. അത് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യും. ഈ കേരളത്തിൻ്റെ തനത് രാജ്യത്തിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ പ്രത്യേകത ഇല്ലാതാക്കും. അപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലൂടെ മാത്രമേ അതിൻ്റെ ആശയതലം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ വ്യക്തമായി കണ്ട ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ തകർക്കുന്ന പ്രചരണ രീതികളാണ് സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ സ്കോഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായാലും നോട്ടീസ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലായാലും ഒരു ഭാഗത്ത് BJPയും ഒപ്പം തന്നെ UDFും ചെയ്തിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. വീടുകളിൽ കയറി വോട്ട് പിടിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോഴും അതിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം ഈ വർഗീയ പ്രചാരകരെ തന്നെയാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്ന ഇത്തരം ആശയങ്ങൾക്കെതിരെ ജനമനസ്സുകളിൽ ഇവർ വിതറിയ ഈ വിഷം ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളം മതനിരപേക്ഷമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങളും, പ്രത്യേകിച്ച് ആശയതലം കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ജാഗ്രതയോടെ ഈ കാര്യം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വലിയ രീതിയിലുള്ള ആശയ പ്രചരണം കൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കൂ. ഇപ്പോൾ UDFും BJPയും വിതരണം ചെയ്തിട്ടുള്ള നോട്ടീസുകളിൽ വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് വർഗീയ നിലപാട് എന്ന് സാധാരണ രീതിയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ടേക്ക് വെക്കുന്ന ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ള അപകടകരമായ അവസ്ഥ, ആപൽക്കരമായ സ്ഥിതി നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ BJPയുടെ B ടീം ആകാനുള്ള കോൺഗ്രസിൻ്റെ പരിശ്രമം കോൺഗ്രസിൻ്റെ തന്നെ അണികളിൽ വലിയ രീതിയിലുള്ള പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, എല്ലാ ജനാധിപത്യ ശക്തികളും ഗൗരവമായി കണ്ട് ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിന് രംഗത്ത് വരണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്.
ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണവും അതിനെ പ്രതിരോധിക്കാനെന്ന പേരിൽ നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും ഉത്തരേന്ത്യയിൽ പലയിടത്തും നടത്തുന്ന വർഗീയ സംഘർഷങ്ങളുടെയും വംശഹത്യയുടെയും അവസ്ഥ കേരളത്തിലും രൂപപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച 10 വർഷക്കാലം ഒരു വർഗീയ സംഘർഷവും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെക്കോർഡായിട്ടുള്ള ഒരു കാര്യം. അതിനുള്ള കാരണം മതനിരപേക്ഷ ഉള്ളടക്കത്തിലൂന്നി കേരളീയ സമൂഹവും ഗവൺമെൻറ്റും പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ പ്രചാരവേലകൾ ഉൾപ്പെടെ അധികാര താല്പര്യത്തിന് വേണ്ടി നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരവേല കേരളത്തിൽ ഉടനീളം വീടുകളിലും എല്ലാ വീടുകളിലും എത്തത്തക്ക രീതിയിൽ ഇത് ശക്തിപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയതലം മലീമസമാവുന്ന ഈ വർഗീയ ധ്രുവീകരണ പ്രക്രിയയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്ന ചില പ്രവണതകൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയെ ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് RSSകാർ തല്ലിക്കൊന്നു. പ്രതികൾ RSSകാരാണെന്ന് പറയാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ആര് കൊന്നു എന്നല്ല, പ്രതികളെ പിടിച്ചോ എന്നാണ് ചോദിക്കേണ്ടത് എന്നാണ് VD സതീശൻ പറയുന്നത്. പോകുന്നത് വളരെ വ്യക്തമാണ്. RSSകാരൻ തല്ലി കൊന്നതിന് ശേഷം അത് RS ആണ് കൊന്നത് എന്ന് പറയാൻ പോലും മടിക്കുന്ന ഒരവസ്ഥ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴും തന്നെ കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ MLA ഓഫീസിന് തർക്കം തിരുവനന്തപുരം. ആ തർക്കം വന്നപ്പോൾ നിയമസഭാ അംഗത്തിൻ്റെ ഓഫീസ് അത് മാറ്റിക്കൊടുക്കണം എന്ന് ആവശ്യമുയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഇവിടെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJPക്ക് അനുകൂലമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ മെല്ലെ തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. മാത്രമല്ല, കോൺഗ്രസ് ജയിച്ച് വന്നതിന് ശേഷവും തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേയർ സ്ഥാനം വിൽപ്പന നടത്തി എന്ന വലിയ വാർത്ത വന്നതല്ല, വിൽക്കുന്നത് കണ്ട കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു നേതാവ് പരസ്യമായി മേയർ സ്ഥാനം വിറ്റു. ലാരി ജെയിംസ് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതിന് മറുപടി നൽകാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ ലാരി ജെയിംസിനെ പുറത്താക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. DCC പ്രസിഡന്റ് ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ഈ സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പണം ആവശ്യമാണ് എന്ന് പറഞ്ഞു വന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ലാരി ജെയിംസ് പറയുന്നത്, എനിക്ക് പണമൊന്നും കൊടുക്കാനില്ല, പണപ്പെട്ടിയുമായി പിന്നീട്
നിജി ജസ്റ്റിൻ നേതാക്കളെ കണ്ടു എന്നും അവർ തന്നെ പറയുന്നു. ഇതിന് തന്നെ വേറൊരു പതിപ്പാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്ക് നോമിനിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഒഴിവാക്കി. അതിൻ്റെ സംഘർഷം ഇപ്പോഴും അവിടെ കൊച്ചിയിലും അവസാനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിന് കൃത്യമായ സൂചനയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതിൻ്റെ പിന്നിലുള്ള ഇടപാടിനെ സംബന്ധിച്ച് അവർ തന്നെ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജാഗ്രതയായ ഭാവി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പാർട്ടിയിലുടനീളം പാർട്ടി റിപ്പോർട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ അത് ജനുവരി 15-ാം തീയതി ആകുമ്പോഴേക്ക് ആ റിപ്പോർട്ടിംഗ് പൂർത്തിയാകുമെന്നാണ് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത്. 5.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാർക്കും ഈ റിപ്പോർട്ട് നൽകേണ്ടതായിട്ട്. അതിനുശേഷം ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ ഊരുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സ്വഭാവത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം, ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചു. 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ചില സാമ്പത്തിക ഉപരോധ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിശക്തിയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചു. അതിന് പരിപൂർണമായ പിന്തുണ നൽകാൻ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ചേർന്നപ്പോൾ മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടികളാണ്. ഒന്ന്, ജനുവരി 12-ാം തീയതി പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും എല്ലാം പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നിലപാടുകൾക്കെതിരായി, കേരളത്തോട് അവർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, ഉപരോധ നിലപാടിനെതിരായി ഇവിടെ സംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചു. അത് ജനുവരി 12-ാം തീയതി. അതോടൊപ്പം തന്നെ കേരളത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം മാത്രമല്ല, അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് പണ്ട് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണ നൽകിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ആശയമാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി കാലാകാലമായിട്ട് അതിൻ്റെ വിഹിതം കുറച്ചുകൊണ്ടിരിക്കുകയും ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന ആ പദ്ധതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പണി പൂർത്തിയായിരിക്കും. അതിന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്ന് മാത്രമല്ല, ആ പദ്ധതിയുടെ ഉള്ളടക്കം തന്നെ തകർത്തിരിക്കുകയാണ്. പട്ടിണിയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആ ജനവിഭാഗങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള തൊഴിൽ ദിനങ്ങൾ
ഫലപ്രദമായിട്ട് നൽകാൻ സാധിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അന്ന് ഇടതുപക്ഷം വിഭാവനം ചെയ്ത് UPA ഗവൺമെൻറ് നടപ്പിലാക്കി. അതിപ്പോഴും ഗാന്ധിയുടെ പേരും മാറ്റി. അതിൻ്റെ പുറമെ ഈ പരിപാടി തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അത് ഈ രാജ്യത്ത് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവുമായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. പിന്നെ ഓരോ തലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ, നമ്മുടെ കടം വാങ്ങാനുള്ള ശേഷി ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം, അതുപോലെ വിവിധ പ്രവർത്തനങ്ങളിൽ നമുക്ക് കേരളത്തിൽ നൽകേണ്ടുന്ന വിഹിതം തരാതിരിക്കുന്ന കുടിശ്ശികയാക്കുന്നൊരവസ്ഥ, ഇതെല്ലാം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ 12-ാം തീയതിക്ക് ശേഷമുള്ള നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം കൂടി വെച്ചു കേരളത്തിലാകെ 3 ജാഥകൾ, വാഹന പ്രചരണ ജാഥകൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ആ ജാഥ പരിപാടി നടക്കുക. ഫെബ്രുവരി ഫെബ്രുവരി 3 മേഖലയായിട്ട് LDFിൻ്റെ ജാഥ. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിൻ്റെ ഭാഗമാണ്. മതനിരപേക്ഷത എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ്. മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ ഇതിൽ വരും. ഇതിനിടയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഈ വഞ്ചനാപരമായ സമീപനത്തെ എതിർത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണയോടെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി NREG വർക്കേഴ്സ് യൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതി കേരളത്തിലെ 23,000 വാർഡുകൾ, 23,000 വാർഡാണ് കേരളത്തിൽ. അവിടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല. 23,000 വാർഡുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി, അതിൻ്റെ പേരങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി എന്ന നിലയിൽ 5-ാം തീയതി ആ പരിപാടി നടക്കാൻ ജനുവരി 5. അതിന് പിന്നീട് തീരുമാനിച്ചു. 5-ാം തീയതി നടക്കുന്ന ആ പരിപാടിക്ക് ശേഷം അവരൊരു അസംബ്ലിയായിട്ട് തന്നെ യോഗം ചേരും. എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ പങ്കെടുക്കും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതം. അവിടെ ഒരു ഉദ്ഘാടനം, ഒരു പ്രമേയമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു കുറ്റപത്രം തയ്യാറാവും. ഈ പരിപാടി തകർക്കുന്നതിനെതിരായിട്ട് രോഷപ്രകടനമായിരിക്കുന്നത്. അവിടെ ഈ അസംബ്ലിയിൽ നിന്ന് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായി രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യാനുള്ള പ്രഖ്യാപനം. അത് വരുന്ന 15-ാം തീയതി കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റം, 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും, ജില്ലാ കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലും ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലും സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനം. അത് ജനുവരി 15-ാം തീയതി. അപ്പോൾ ജനുവരി 15 ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ജനകീയ സമ്പർക്ക പരിപാടിയും 15 മുതൽ 22-ാം തീയതി. പിന്നീട് വ്യാപകമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബയോഗങ്ങൾ, ഒരു വാർഡിൽ ഒരു യോഗം എന്ന രീതിയിൽ കുടുംബയോഗം, വിശാലമായ അർത്ഥത്തിൽ കുടുംബയോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തീരും, ജനങ്ങളോട് സംവേദിക്കും. ഒരു ലോക്കലിൽ ഒരു പൊതുയോഗം എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ ലോക്കലിൽ 2,400-ലധികം വരുന്ന പൊതുയോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. വലിയ ഒരു രാഷ്ട്രീയ ആശയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്.
ഭരണത്തിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങളെ അണിനിരത്തി അതിവിപുലമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നിടത്ത് ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. വികസന കാര്യത്തിൽ യോജിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ടുന്ന കാര്യം. എന്നാൽ അഴിമതിയും ജനവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചാൽ അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം. പ്രതികൂലമായ സാഹചര്യത്തിലും LDF വേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് ഞങ്ങളുടെ പ്രവർത്തകരെയും വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുക കൂടിയാണ്. കേരളത്തിലെ അടിസ്ഥാന വർഗമായ ജനവിഭാഗങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്നതിൽ അവരെല്ലാം കൂട്ടായി ശ്രമിച്ചു. അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം നിന്നു എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് സ്മരിക്കുന്നു. ഇതാണ്